വിജയ്, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിൽ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ പറയുന്ന പോലെ ആരോഗ്യ മേഖലയെ താറടിച്ച് കാണിക്കാനായിട്ട് ആണ് ഡോക്ടർ ഹാരിസ് ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കിയത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ വില മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ അങ്ങ് സംസാരിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ യാതൊരു പ്രശ്നമില്ല, കേരളം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഏറ്റവും മികച്ച ആശുപത്രിയാണെന്നൊക്കെ പറഞ്ഞു. നമ്പർ 1 അതെ, നമ്പർ 1 എന്ന് അദ്ദേഹം പറഞ്ഞ് നാവ് വെക്കുന്നതിന് മുമ്പ് ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞു അല്ലെ? ഡിം എന്താണ് ഇത് അദ്ദേഹത്തിന്റെ നാവ് എടുത്തതും കാര്യം ഇങ്ങനെ അങ്ങ് ആയിത്തീർന്നല്ലോ. വീണ ജോർജിന്റെ ഒരു സമയമാണ് അത് കറക്റ്റ്. അത് ഞാൻ ചോദിക്കാൻ പോയിരുന്നു. വീണ ജോർജിന്റെ സമയം അത്ര കണ്ട് നല്ല സമയമാണ്. ഇന്നലെ ഒരു ബോധം കെട്ട് വീണെന്ന് പറഞ്ഞു, ദേഹാസ്വസ്ഥമായിട്ട് ആശുപത്രിയിലാണെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതില് വീണ ജോർജിന്റെ സമയമല്ല ശരിക്കും പറഞ്ഞത്, നമ്മളെ സമയമാണ് ശരിക്കും സംസ്ഥാനത്തെ ജനങ്ങളുടെ സമയമാണ് മോശം. അപ്പൊ ഒരു ചെറിയ സംശയം പറഞ്ഞോട്ടെ, ഈ കണ്ടകശനി കൊണ്ടേ പോകുള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ ശനി ദോഷം തീർന്നു പോകുമെന്ന് പറയും. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ ദോഷം ഇതുകൊണ്ട് ഇയാളെ കൊണ്ടങ്ങ് തീരുമെന്ന് നമുക്ക് ആശിക്കാൻ പറ്റും? ഈ മുഖ്യമന്ത്രിയെ കൊണ്ടങ്ങ് തീർന്നു പോകും. അല്ല, ഇത് ഒരു കാര്യം ഇതിനകത്ത് വളരെ ഒരു എന്താ പറയുക ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഈ കെട്ടിടം ഇടിഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഇവർ വാർഡിലുള്ള എല്ലാവരെയും മാറ്റി. ചേട്ടൻ അറിയാമോ, ഈ പുതിയ കെട്ടിടം പണിഞ്ഞിട്ട് കുറെ നാളായി. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതായത് നമുക്ക് ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കെട്ടിടം 2013 മുതൽ ഇത് എന്താ പറയാ പ്രശ്നമാണെന്ന് പറഞ്ഞ ഇത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഡിമോളിഷ് ചെയ്യണം എന്നുള്ളൊരു ഇത് വരികയും ചെയ്തു. അത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ. ഇപ്പൊ 12 വർഷം കഴിഞ്ഞ് ഇപ്പോഴും അവരത് ചെയ്യാതെ ഒരു പുതിയ കെട്ടിടം അവർ പണിഞ്ഞു, അതിലോട്ട് മാറ്റാം എന്നുള്ളത് അതിൽ ഉദ്ഘാടനം ചെയ്ത്. അപ്പൊ അവർക്ക് വന്ന നേതാക്കന്മാർക്ക് ഷോ കാണിക്കണ്ടേ? നമ്മളൊരു ഷോയാണ്. അപ്പം നമ്മൾ ഒരു പുതിയ കെട്ടിടം കോട്ടയം മെഡിക്കൽ കോളേജിന് പിണറായി സർക്കാർ നൽകുന്നു. എന്തായാലും അതിന് മന്ത്രി വാസവനും ഒരു ഭയങ്കര ക്രെഡിറ്റ് ആക്കുമായിരുന്നു. അതെ, അതിനെന്തായാലും ഒരു അവസരം കൊടുത്തില്ല. ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ കെട്ടിടങ്ങളും മീഡിയയും കൂടെ പിണറായി സർക്കാരിന്, ഈ കെട്ടിടവും മീഡിയയും കൂടെ പിണറായി സർക്കാരിന്റെ ആരോഗ്യ മേഖല മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തി. ഈ തകർന്നു വീണ കെട്ടിടവും നമ്മൾ മീഡിയക്കാരും കൂടെ ഗൂഢാലോചന നടത്തി ആരോഗ്യ മേഖല മോശമാണെന്ന് കാണിക്കാൻ ഇനി പറയാൻ ബാക്കിയുള്ളൂ. കെട്ടിടവും ഗൂഢാലോചന നടത്തിയാണ് ആ കെട്ടിടം അങ്ങനെ അല്ല, കെട്ടിടവും നമ്മളും കെട്ടിടത്തിന് നാവുണ്ട്. കെട്ടിടവും നമ്മളും കൂടെ ഗൂഢാലോചന. കാരണം ഇവരെ അങ്ങനെയാണല്ലോ പറയുന്നത്, ഉപകരണം പട്ടിയൊക്കെയാണല്ലോ. അതാണ്. അപ്പം കെട്ടിടം തകർന്നു വീഴുന്നതിന് കെട്ടിടത്തിനെതിരെ മൈക്കിനെതിരെ കേസെടുത്തതൊക്കെ നമുക്കറിയാലോ. മൈക്ക് ഓപ്പറേറ്ററിനെതിരെ, ക്ഷമിക്കണം. അപ്പൊ അതുപോലെ സംഭവങ്ങൾ ഇപ്പൊ കെട്ടിടങ്ങൾക്ക് എതിരെയും കേസൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇപ്പോ ഇതിനകത്ത് വന്ന പുതിയൊരു വാർത്ത അല്ല, നമ്മൾ അതിനകത്ത് അറിയാൻ പറ്റിയ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കെട്ടിടം വീണ ഉടനെ തന്നെ അവിടെ ഹിറ്റാച്ചിയും മറ്റേ JCB പോലത്തെ ഉള്ള കാര്യങ്ങൾ വന്നിരുന്നു. ഇവര് ഉടനെ തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ വന്നിട്ട് പറയുകയാണ് മീഡിയയുടെ അടുത്ത്. അപ്പം മീഡിയ വന്നു, മീഡിയ കവറേജ് ഇല്ല, നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മന്ത്രി വീണ ജോർജാ പറയുന്നത്, നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ആളഭയമില്ല എന്ന് പറയും. എന്ത് റിപ്പോർട്ടാണ്? ഹിറ്റാച്ചി വെച്ച് തെരഞ്ഞാലല്ലേ അതിനകത്ത് ആളുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവർക്ക് ലേസർ വിഷൻ ഒന്നും ഇല്ലല്ലോ സ്കാൻ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ റിപ്പോർട്ട് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് ഇതിനകത്ത് ഒരാളുടെ ജഡമുണ്ടെന്ന് പറയുന്നു. ഒരു പക്ഷേ 2 മണിക്കൂറിന് ശേഷമാണ് അത് പുറത്തു വരുന്നത്. ഒരു പക്ഷേ ഇവർ നേരത്തെ അതിന് ശ്രമിച്ചിരുന്നെങ്കിൽ, അതായത് തീർച്ചയായിട്ടും വന്ന് പ്രസംഗിച്ച് ആളെ കൂട്ടി നമുക്കറിയില്ല. ഒരു പക്ഷേ കെട്ടിടം തകർന്ന് വീണപ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കാം. ഇല്ല, നമുക്കറിയില്ല. ഒരു പക്ഷേ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിലോ, അവർ ഒന്ന് ശബ്ദമെടുക്കാൻ പോലും പറ്റാതെ ഒരു സഹായത്തിന് വേണ്ടി കേടുകയായിരുന്നെങ്കിലോ, അത് ഈ 2 മണിക്കൂർ തീർച്ചയായിട്ടും ചേട്ടൻ ചിന്തിച്ചു നോക്കണം. നമ്മൾക്ക് അത് എത്രമാത്രം ഭയാനകമായ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. അനങ്ങാൻ പോലും പറ്റാതെ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പാപം ഈ സർക്കാർ എവിടെ കൊണ്ട് കളയും എന്നുള്ളതാണ്. ഈ പിണറായി സർക്കാർ, ഈ ആരോഗ്യമന്ത്രി, ഇവർ ഇത് എവിടെ കൊണ്ട് കഴുകിക്കളയും? അല്ല, ഇവർക്ക് പിന്നെ ഇങ്ങനെ പാപത്തിലും ഈ പറഞ്ഞ ദൈവത്തിലും ഒന്നും വിശ്വാസം ശരി. അപ്പൊ പിണറായി വിജയന് കുഴപ്പമില്ല, ഗൗരവമാണ് ചെയ്തത്. അപ്പൊ
അപ്പൊ എന്തായാലും ഇത് വളരെ വിഷമകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഇപ്പൊ ഇവര് ഈ കുടുംബത്തിന് നിലവിൽ ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം ഇതുവരെ കുടുംബത്തിന് യാതൊരു സഹായവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അവര് രാവിലെ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു പത്രസമ്മേളനമല്ല മാധ്യമങ്ങളെ അപ്പൊ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുടുംബം അദ്ദേഹത്തിന് സമീപിച്ചു, എന്നിട്ട് പറഞ്ഞു നമുക്ക് ശവമടക്കം നടത്താൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞു നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മൾ പിരിച്ചു തരാം, ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചു തരാം, അല്ലെങ്കിൽ സർക്കാരിന് നമ്മൾ മാക്സിമം സർക്കാരിനെ പ്രഷർ ചെലുത്താം, സമ്മർദ്ദം ചെലുത്തി, അത് അല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചു തരാം. ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഒരു കുടുംബത്തിലെ അത്താണിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ ഇതിന് ബദലായിട്ട് സർക്കാർ എന്താണ്? ഒരിക്കലും ഒരു നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടില്ല, അതൊരിക്കലും ബദലാവില്ല. പക്ഷെ അവർ ഇനി അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ ജീവിക്കും? അല്ലെങ്കിൽ അവർക്ക് അതിനൊരു ആ ഒരു അർത്ഥത്തിൽ സർക്കാർ എന്താണ് അത് വേണം, അതെ, അതൊരു മര്യാദയാണ്, അത് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇതൊരു വലിയ ദുരന്തം അവിടെ ഒഴിവായി എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ പറയും കണ്ണിൽ തട്ടേണ്ടത് പുരുവത്തിൽ തട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടത് ഒരു വലിയ ദുരന്തം. അവിടെ ഒരുപാട് ജീവനുകൾ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, അതൊരു ശുചിമുറിയും കൂടെ ആയതുകൊണ്ടാണ്. ശുചിമുറിയിൽ എപ്പോഴും വന്നു പോകുന്നത്. പക്ഷെ അത് ഈ വാർഡ് അതിന്റെ ഇതുവരെയും പൊളിഞ്ഞു വീഴാത്ത വാർഡിൽ നിന്ന് ഒരുപാട് അവരെ മാറ്റി. ഒറ്റ രാത്രി കൊണ്ട്, അതെ, വാർഡ് ആയിരുന്നെങ്കിൽ ഒരു വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നു. എങ്കിൽ ഇവിടെ എന്താ പറയാ, ഇവരൊക്കെ എന്ത് മറുപടി ആയിരിക്കും പറയുന്നത്? ഇവർക്ക് റെഡിമണി മറുപടികൾ ഒരുപാടുണ്ട്. ഒരു പത്രസമ്മേളനത്തിൽ വാസ്തവം പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് അദ്ദേഹത്തിന് എഴുതി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായി. ഇപ്പൊ ഇവർ സംസാരിക്കുന്നില്ല. ഇവരിപ്പോ എല്ലാം നമ്മുടെ തിരുവനന്തപുരത്തെ ഉപകരണ വിവാദ കേസിലും ഇവർ പറയുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്തിൽ 2002 ആന്റണി ഭരിച്ചിരുന്ന സമയത്ത് ഗവർണർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആയിരുന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യനാളുകൾ, തിരുവനന്തപുരം. അപ്പൊ അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായ അണുബാധയെ തുടർന്നാണ് അന്നത്തെ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്. പക്ഷെ അന്ന് ചേട്ടൻ SIT-യിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അറിയാം അതിന്റെ നമുക്ക് എന്താ പറയാ, ആശുപത്രിയിൽ പോയാൽ കുളിക്കണം, തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ കുളിക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്. നമുക്ക് പക്ഷെ ഇത് 3 വട്ടം കുളിക്കേണ്ട ഒരു അവസ്ഥ ഈ ആശുപത്രികളിൽ പോയാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ. സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇദ്ദേഹം നമ്മുടെ ഗവർണർ വന്നതിന് ശേഷം ഗവർണർ അവിടെ ഈ അന്ത്യനാളുകൾ അവിടെയാണ്. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന് ചികിത്സ കിട്ടുന്നില്ല. നമ്മുടെ ഗവർണറിന് ചികിത്സ കിട്ടുന്നില്ല. അപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന മന്ത്രി ശങ്കരൻ അവിടെ വന്നിട്ട് കരയുകയും മറ്റുണ്ടായി. അപ്പൊ അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. അപ്പൊ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ലൈവായിട്ടൊന്നും കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഉള്ളതുപോലെ അറിയുന്നില്ല. പിറ്റേ ദിവസം പത്രത്തിലാണ് ഇതൊക്കെ അറിയുന്നത്. അങ്ങനെ ഈ ന്യൂസ് ചാനൽസും ഇല്ല, ഈ 24 hour ന്യൂസ് ചാനൽസും ഇല്ല. 7 മണിക്കുള്ള വാർത്ത ഇതൊക്കെ ഉള്ളൂ. അങ്ങനെ ആയപ്പോൾ എന്ത് സംഭവിച്ചു? പിറ്റേ ദിവസം അവര് അതിന് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു. അതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത് എന്താ പറയാ, പബ്ലിക് സെക്ടറിലുള്ള പൊതുമേഖലയിലുള്ള കുറച്ച് മരുന്നുകൾ എടുത്ത് ഈ മരുന്ന് കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അതെടുത്ത് കക്കൂസിൽ കളഞ്ഞെന്നൊക്കെ ഉള്ള വാദങ്ങളുണ്ട്. അതൊക്കെ ഇവരെപ്പോഴും ഇതിന് നമ്മൾ വാട്ടർ ബോട്ടറി എന്ന് പറയും. അതായത് ഒരു കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവർ ചെയ്തിട്ടില്ല, അതിനാണ് മറുപടി. അവർ ചെയ്തപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞു. ഒരു കാര്യം പറയാൻ വിജയ്, നമ്മൾ ഈ പറയുന്ന പോലെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടല്ലോ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ സജീവമായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് എന്റെ കുടുംബ വീടിരിക്കുന്ന സ്ഥലം കരിക്കകം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അതിനടുത്ത് കടകംപള്ളിയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടായിരുന്നു. അത്യാവശ്യം ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന നമ്മളെ സിറ്റിക്കകത്തുള്ള സാധാരണക്കാരന്റെ ആശുപത്രി, മെഡിക്കൽ കോളേജ് സാധാരണക്കാരന്റെ ആശുപത്രി, ഈ ജനറൽ ആശുപത്രി പോകുന്നതിന്റെ പകുതി ആള് ഈ കടകംപള്ളി പ്രാഥമിക ആരോഗ്യ ആശുപത്രി പോയിട്ടുണ്ട്. എവിടെ? ഈ ശൈലജ ടീച്ചറിന്റെ കാലത്ത്. നീ പറഞ്ഞോളൂ. അല്ല, ഇതിലിപ്പോ എന്തായാലും അവസാനം കിട്ടിയ ഒരു അറിവ്, അതായത് നമ്മളെ എല്ലാ കുറ്റവും നമ്മുടെ സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ കുറ്റം അതായത് അദ്ദേഹം പരസ്യമായി പ്രസ്താവിച്ചു എല്ലാത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഇദ്ദേഹം പേടിച്ചിട്ട് പറയുന്നതാണ്, മന്ത്രിയെ പേടിച്ചിട്ട് പറഞ്ഞവനെ. അത് കാരണം എന്റെ അങ്ങനെ സൂപ്രണ്ടിന്റെ തലയെ കൊണ്ട് വെച്ചിട്ട് ഇവര് ദേഹാസ്യവും പറ്റി ഇവര് ആശുപത്രിയിൽ കിടന്ന പ്രശ്നങ്ങൾ തീരും? ഒരിക്കലും തീരില്ല. അവർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റുള്ളൂ. ഇടിഞ്ഞു വീണത് കേരളത്തിലെ ജനങ്ങളെ തലയ്ക്ക് മേലേക്കൂടെ ആണ്. അവര് രാജിവെച്ചേ മതിയാവും. മന്ത്രി രാജിവെക്കുക എന്നല്ല, ഇതിന് എന്താണ് നടപടി? ഇപ്പം വിജയ് സംസാരിച്ചു പറഞ്ഞ പോലെ അവർക്ക് അടക്കാനുള്ള, ആ ബോഡി അടക്കാനുള്ള കാശ് പോലും ഇല്ലാത്ത അത്രയും പാവങ്ങളാണെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. ഇതിനെല്ലാം ഒരുമിച്ച് ഉള്ള മറുപടി പറയൂ. എന്താണ് അതിന്റെ ബാക്കിയൂടെ നമുക്ക് മറുപടി പറഞ്ഞേ പറ്റൂ ഈ സർക്കാർ. തീർച്ചയായിട്ടും.